ഇന്ന് പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. രോഗത്തെ ശപിക്കാനോ രോഗത്തെ കുറ്റപ്പെടുത്താനോ നമുക്കൊന്നും കഴിയില്ല. അല്ലാഹു തരുന്ന രോഗമാണ്. അല്ലാഹുമ്മ അന്ത ശാഫി, അല്ലാഹുവാണ് ശിഫ ചെയ്യുന്നത്, അല്ലാഹുവാണ് രോഗത്തെ തരുന്നത്, അല്ലാഹുവാണ് രോഗത്തെ മാറ്റുന്നത്. ആ റബ്ബിനോട് തന്നെയാ നമ്മൾ പറയാനുള്ളത്. ആ റബ്ബിനോട് തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ ഓരോന്നായി വ്യക്തമാക്കാനുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്കൊരു ദുആ പഠിപ്പിച്ചു തരാം. ആ ദുആ നിങ്ങൾ ചൊല്ലിയാൽ, ആ ഒരൊറ്റ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ പകർച്ചവ്യാധിയിൽ നിന്നൊക്കെ ഒരു അല്ലാഹുവേ കാവൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഔഷധമുള്ള ഒരു സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ സ്വലാത്തൻ തഅസിമുനാ ബിഹാ മിനൽ അഹ്വാലി വൽ ആഫാത്ത് വതുത്ഹിറുനാ ബിഹാ മിൻ ജമീഇസ് സയ്യിആത്ത്. വളരെ അത്ഭുതമുള്ള, വളരെ ഔഷധമുള്ള, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന അമൂല്യമായ ഈ ഒരൊറ്റ ദുആ നിങ്ങൾ ചൊല്ലുമോ? ഇതൊരു സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ സ്വലാത്തൻ തഅസിമുനാ ബിഹാ മിനൽ അഹ്വാലി വൽ ആഫാത്ത് വതുത്ഹിറുനാ ബിഹാ മിൻ ജമീഇസ് സയ്യിആത്ത്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഇന്ന് മാരകമായ രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ്. കോവിഡ് എന്ന് പറയുന്ന മഹാമാരി പിടിപെട്ടിട്ട് എത്രയോ മാസങ്ങളോളം കടകമ്പോളങ്ങൾ അടച്ചിട്ടു. ഹോസ്പിറ്റലിൽ പോകുമ്പോ ഒരുപാട് പ്രയാസപ്പെട്ടു. ഹോസ്പിറ്റലിൽ പോകുമ്പോ ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് കഷ്ടപ്പെട്ടു. പലരും പല സങ്കടത്തിൽ. എന്തിനാ? അന്ന് കൊറോണ വന്നപ്പോ മൂക്കിൽ കേട്ടുന്ന സംഭവം ഉണ്ട്. യാ അല്ലാ, ടെസ്റ്റ് അർശ് വരെ കാണും നമ്മൾ. അമ്മാതിരി വേദന ഇല്ലേ? അല്ലാ അല്ലാ. അതുകൊണ്ട് മുഅ്മിനേ, ഒരു പകർച്ചവ്യാധി നമ്മളിലേക്കൊന്ന് വരാതിരിക്കാൻ അല്ലാഹുവിലേക്ക് നമ്മൾ ദുആരക്കുമോ? അല്ലാഹുവിലേക്ക് നമ്മൾ ചോദിക്കുമോ? ആ റബ്ബല്ലേ രോഗം തരുന്നത്. അല്ലാഹുവോട് തന്നെയാണ് രോഗത്തെ മാറ്റാൻ പറയേണ്ടുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ പ്രവാചകൻ ഈസാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് നടക്കാൻ, വേദന എടുക്കാൻ, വയറ് വേദന എടുത്തിട്ട് പൊളയാൻ അല്ലാഹുവിനോട് പറഞ്ഞു. അല്ലാ, പടച്ചോനെ, കരുണക്കടലായ റബ്ബേ, വേദന സഹിക്കുന്നില്ല. അല്ലാ, എനിക്കൊരു മരുന്ന് വേണം, എന്റെ രോഗത്തെ മാറ്റണേ റബ്ബേ. ഉടൻ തന്നെ വിടന്ന് പറഞ്ഞു നബിയേ, അക്കാണുന്ന മരുഭൂമിയിലേക്ക് പോകണം നബിയേ. മരുഭൂമിയിലേക്ക് പോകാം. ആ മരുഭൂമിയിൽ കാണുന്ന ആ പച്ച ഇല നിങ്ങൾ പറിച്ചു കഴിക്കുക. മഹാനുഭാവൻ അവിടത്തേക്ക് ചെല്ലുകയാ. അതങ്ങ് പറിച്ചു ബിസ്മില്ലാ എന്ന് പറഞ്ഞ് പറുക്കി അങ്ങ് കഴിച്ചപ്പോ മഹാനുഭാവന്റെ രോഗം അങ്ങ് മാറിപ്പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഒരു വേള വീണ്ടും വയറുവേദന കൂടി. അല്ലാഹുവോട് പറഞ്ഞിട്ടില്ല, നടന്നു വന്നു. ആ ഇലകളങ്ങ് പറിച്ചു കഴിച്ചു. മുമ്പുണ്ടായതിനേക്കാൾ രോഗം മൂർച്ഛിക്കുകയാണ്. ആദ്യം അല്ലാഹു പറഞ്ഞു, നബിയെ അത് പറിച്ചു കഴിച്ചോ, രോഗം മാറും. അങ്ങനെ എടുത്ത് കഴിച്ചു, രോഗം മാറി. പിന്നീടും ഇതുപോലെ വയറുവേദന വന്ന ഒരു സമയം പിന്നെ നിന്നില്ല. നേരെ ആ ഇല എവിടെയാണോ ഉള്ളത് ആ ഇലയുടെ അരികത്ത് പോയി ആ പച്ച ഇല അങ്ങ് പറക്കി അങ്ങ് കഴിച്ചു. തത്സമയം തന്നെ എന്തുണ്ടായി? ഈസാ നബിയുടെ രോഗമങ്ങ് മൂർച്ഛിക്കുകയാണ്. അല്ലാ, വേദന സഹിക്കുന്നില്ല. അല്ലാഹുവേ, വേദന സഹിക്കുന്നില്ല. ഉടൻ അല്ലാഹുവിന്റെ വിളി, നബിയേ, അന്ന് രോഗം മാറുമെന്ന് പറഞ്ഞത് ഞാനാ, അതൊരു സബബ് മാത്രമായിരുന്നല്ലോ. പിന്നെ നിങ്ങൾ എന്ത് എന്നോട് പറയാത്തത്? നിങ്ങൾക്ക് രോഗം തന്നത് ഞാനല്ലേ, നിങ്ങളുടെ രോഗം മാറ്റുന്നതും ഞാനല്ലേ. നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടില്ല? നബിയേ, നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? നമ്മളൊന്നിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോ നമുക്കൊരു വിശ്വാസമുണ്ട്, ഇന്ന ഡോക്ടർ ആള് സൂപ്പറാ,
ഇന്ന ഡോക്ടർ ആൾ വലിയ ഉഷാറാണ്, അതുകൊണ്ട് ആ ഡോക്ടറിന്റെ മരുന്നിൽ ഞാൻ ഉഷാറാണ്. എന്റെ പെങ്ങളെ, അള്ളാഹുവാണ് രോഗം തന്നത്, അള്ളാഹുവാണ് രോഗത്തിന് ശിഫ ചെയ്യുന്നത്. അദ്ദേഹം ഒരു കാരണം മാത്രമാണ്. ഒരു നാട്ടിലെ ഡോക്ടർ അതൊരു കാരണക്കാരൻ, നമ്മുടെ രോഗം മാറാനുള്ള കാരണക്കാരൻ. അള്ളാഹുവാണ് രോഗത്തെ മാറ്റുന്നത്, ഇല്ലേ? മുസ്ലിമായ മനുഷ്യന്റെ വിശ്വാസമതാണ്. മനുഷ്യന് രോഗം തന്നത് അല്ലാഹുവാണ്. എന്നാൽ ഒന്നുകൂടെ പറയട്ടെ, അങ്ങനത്തെ രോഗം വന്നാൽ ആ രോഗത്തിൽ ക്ഷമിക്കുന്നവരാരോ അവര് വിജയിക്കുന്നതാണ്, അവര് സന്തോഷത്തോടെ കടന്നു പോകും. അതുകൊണ്ട് അല്ലാഹുവേ, ഞാൻ ഇന്നതുപോലെ ഹോസ്പിറ്റലിൽ എന്റെ മക്കളെ കൊണ്ടുപോവുകയാ, നീ അവരുടെ രോഗത്തെ മാറ്റണേ അല്ലാ, അവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ, അവരുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ എന്നുള്ള ആ ഒരു വേവലാതിയിൽ ആ ഒരാവലാതി റബ്ബിലേക്ക് അങ്ങ് മോദിപ്പിച്ചാൽ അല്ലാഹു തന്ന രോഗത്തിന് അല്ലാഹു തന്നെ ശിഫ ചെയ്യും. ഇല്ലെങ്കിൽ നബിയുടെ കഥ പറഞ്ഞ കണക്കായി പോകും. ആ ഡോക്ടർ സൂപ്പർ, അദ്ദേഹം മാറ്റിത്തരും രോഗം മാറ്റുന്ന റബ്ബാണ്. അദ്ദേഹം അതിന്റെ ഇടയിലെ ഒരാളെന്ന് മാത്രമേ ഉള്ളൂ. റബ്ബാണ് എല്ലാത്തിനും കഴിവുള്ള, അള്ളാഹുവിനാണ് എല്ലാം പറ്റുന്നത്, അള്ളാഹുവാണ് എല്ലാം നോക്കുന്നത്, അല്ലേ? ആ ഒരു ചിന്ത നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ ഉണ്ടാവുക. അള്ളാഹുവേ, നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ സഹോദരങ്ങൾക്കോ അങ്ങനത്തെ രോഗങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. മനുഷ്യന്മാരുടെ ഹൃദയാന്തരങ്ങളിൽ മുഴുവനും പടന്ന് പന്തലിച്ച് വളരെ ആവേശകരമായി ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നല്ല പവർഫുള്ളായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളും നമുക്ക് വലിയ പാഠമാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും മുസ്തഫ നബി തങ്ങളാണ്. അല്ലാഹുവേ, മുത്ത് റസൂലിനെ ഓർക്കാത്ത ഒരു നിമിഷവും ജീവിതത്തിൽ ഇല്ലല്ലോ. ഓരോ വാക്കിലും ഓരോ നോക്കിലും ഓരോ അനക്കത്തിലും ഓരോ അടക്കത്തിലും ഓരോ നിശ്വാസത്തിലും ഓരോ ചുവടിലും ഓരോ പുഞ്ചിരിയിലും ഓരോ കർമ്മങ്ങളിലും ഓരോ നെടുവീർപ്പിലും ഓരോ പ്രാർത്ഥനയിലും ഓരോ പ്രവർത്തനയിലും ഓരോ സഞ്ചാരത്തിലും ഓരോ സമരത്തിലും ഓരോ സ്നേഹത്തിലും ഓരോ കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ ആകെയും മദീനയുടെ മണൽപ്പരപ്പിന്റെ മണിമുത്ത് നബിയുനാ റസൂലുള്ളാഹ് നമ്മുടെ ഓരോ അണുവിലും പടർന്ന് ജീവിതത്തിന്റെ നരമ്പുകളിലൂടെ പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു സന്തോഷം, അത് ഹബീബാണ്. നമ്മുടെ കൺമുമ്പിൽ കാണാൻ കൊതിക്കുന്ന, നമ്മുടെ വാക്കിൽ കേൾക്കാൻ കൊതിക്കുന്ന, നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരാനുള്ള, നമ്മുടെ കിടത്തത്തിലും നമ്മുടെ നോമിലും വരാനുള്ള ഒരേ ഒരു താജാവ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബി തങ്ങളാണ്. ആ ഹബീബിന്റെ വാക്കുകളാണ്, ആ ഹബീബിന്റെ ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വരേണ്ടുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ പാഠങ്ങളും എവിടെയാണ് പോയിട്ടുള്ളത്? നമ്മുടെ മക്കളുടെ ജീവിതത്തിലുണ്ടോ? ഭാര്യമാരുടെ ജീവിതത്തിലുണ്ടോ? സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ കൂട്ടുകാരുടെ ജീവിതത്തിലുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരുടെ ജീവിതം എന്നറിയുമോ? അന്ന് ഇറങ്ങുന്ന സിനിമകളുടെ സ്റ്റൈലുകളും സിനിമകളുടെ വസ്ത്രങ്ങളും സിനിമകളുടെ വേഷവിധാനങ്ങളും നമ്മുടെ മക്കളിലും നമ്മളിലുമായിട്ട് ഒരു ക്യാൻസർ പോലെ പടർന്നു വന്നുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ആ വസ്ത്രം ധരിക്കുമ്പോ നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വരികയാണ്, അത് സിനിമയിൽ ഇന്ന നടിയല്ലേ ധരിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇന്ന നടനല്ലേ ധരിച്ചിരുന്നത് എന്നുള്ള ചിന്ത നമ്മുടെ കൽബിൽ വരുമ്പോ നമ്മൾ വസ്ത്രം ധരിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ആരെ പിൻപറ്റിയാണ്? അവർക്ക് വേണ്ടിയാണ്. എന്നാ നമ്മൾ ഓർക്കുന്നു, അല്ലാഹ്, എന്റെ ശരീരം മറയാൻ, എന്റെ ഔറത്ത് മറയാൻ ഞാൻ വസ്ത്രം ധരിക്കുന്നത് എന്റെ റസൂലുള്ളാഹ്. എവിടെയാ ഉള്ളത്? നിങ്ങൾ ആരെയാണോ പിൻപറ്റുന്നത്?
അന്ത മൻ അഹ്ബബ്ത, നിങ്ങൾ ആരെ പിൻപറ്റിയോ അവരോടൊപ്പം ആയിരിക്കും. അവർ സ്വർഗത്തിന്റെ വഴിയിലാണോ, നിങ്ങൾ സ്വർഗത്തിന്റെ വഴിയിലാണ്. ഇന്നിപ്പോ ഓരോ സിനിമകളും സീരിയലുകളും ഇറങ്ങുമ്പോ നമ്മൾ കാത്തിരിക്കും കാഷ് കൂഷ് എന്നുള്ള പേരൊക്കെ ഇട്ട്. അല്ലെങ്കിൽ പണ്ടൊക്കെ ഒരുപാട് പേരായിരുന്നു, ലാച്ച ബീച്ച പൂച്ച അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇന്നിപ്പോ എന്താന്ന് വെച്ചാൽ അറിയില്ല. ഇന്ന് വായിക്കൊള്ളാത്ത പേരുകളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി വരും. അതിങ്ങനെ നോട്ടിട്ട് വെക്കും. നാളെ ഇൻഷാ അല്ലാഹ് പെരുന്നാളൊക്കെ അല്ലേ, അല്ലെങ്കിൽ നാളെ ഇനിയിപ്പോ ഓണമൊക്കെ അല്ലേ, അല്ലെങ്കിൽ മറ്റന്നാ വേറൊരു സംഭവം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾക്ക് ആ കോലത്തിന്റെ വസ്ത്രം മേടിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ ചിന്ത എന്താ? ആ ചിന്ത ആരാണോ അത് ധരിച്ചത് അവരിലേക്ക്, ആരാണോ ആ വസ്ത്രം ധരിച്ചത്, ആരാണോ അതിനെ കൊണ്ടുവന്നത് അവരിലേക്കാണ് നമ്മുടെ യാത്ര പോകുന്നത്. ആ യാത്ര അവസാനം ചെന്നെത്തുന്നത് എവിടേക്കായിരിക്കും? അള്ളാഹുവിന്റെ നരകത്തിന്റെ പടുകുഴിയിലേക്കായിരിക്കും. നമ്മൾ വേറൊന്നിനെയും കാണാനല്ല. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര മക്കളെ നാളെ പടച്ചവന്റെ കോടതിയിൽ ഈ മക്കളെ പറ്റി അള്ളാഹു ചോദിക്കുമ്പോ, ഈ മക്കളുടെ ജീവിതം ഇങ്ങനെ ആക്കിയതാരാന്ന് ചോദിക്കുമ്പോ അതിനെപ്പറ്റി നമ്മളെല്ലാം സമാധാനം പറയേണ്ടി വരും. നമ്മുടെ മക്കൾക്ക് ഓരോ വസ്ത്രം ധരിപ്പിക്കുമ്പോ ഉമ്മാ അത് കണ്ടിട്ടാണ് നിങ്ങളുടെ പുന്നാര മക്കൾ വളർന്നു വരുന്നത്. ആ ജീവിതത്തിലൂടെയാണ് മക്കളെ ചുവട് വെക്കുന്നത്. പിന്നീട് അവരവരത്ത് മറച്ചില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചെറുപ്പത്തിലെ മക്കളെ നല്ലതുപോലെ വളർത്തുകയാണ്. നല്ല അവരത്ത് ധരിപ്പിച്ച്, സ്കൂളിൽ പോകുമ്പോ നല്ല മക്കനെ ധരിപ്പിച്ച്, സ്കൂളിലേക്ക് പോകുമ്പോ നല്ല അദബ് പഠിപ്പിച്ച്, സ്കൂളിലേക്ക് പോകുമ്പോ മര്യാദ പഠിപ്പിച്ച് ചെറുപ്പത്തിലെ മക്കളെ കൊണ്ടുപോവുകയാണോ? എന്നാൽ ആ മക്കളാണ് ഉമ്മ നാളെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. ആ മക്കളാണ് നാളെ നമുക്ക് ഉപകാരപ്പെടുന്നത്. ഇല്ലെങ്കിൽ നാളെ ആ മക്കൾ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്, റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ, റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ. അല്ലാഹുവേ, ഞങ്ങളെ പിഴപ്പിച്ചത് ഞങ്ങളുടെ ഉമ്മയാണ്, ഞങ്ങളുടെ ബാപ്പയാണ്. അതുകൊണ്ട് റബ്ബേ അല്ലാഹുവേ, അവരെ നമ്മുടെ കാലിന്റെ ചുവട്ടടിയിൽ ഞങ്ങളുടെ പുന്നാര മക്കളെ വന്ന് കിടത്തി തരുമോ അല്ലാഹ്. ഓരോരോ വഴികളും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദുനിയാവിന്റെ പുറത്ത്. അതുകൊണ്ട് അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു സന്തോഷത്തിന്റെ വഴികളിലൂടെ അള്ളാഹു നമ്മളെ കടത്തിക്കൊണ്ട് പോകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് വരിക, നമ്മൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് വരിക. ഈ മജ്‌ലിസിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ടാകണം, പടച്ചവനെ അള്ളാഹുവേ, കരുണക്കടലായ അല്ലാഹ്, എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പഠിക്കാൻ പറ്റിയാൽ അതാണല്ല റബ്ബേ നമ്മുടെ ജീവിതത്തിന് ഏറ്റവും നല്ല ഉപകാരം അല്ലേ? നമ്മളിങ്ങനെ നോക്കുമ്പോ ഇന്നലെ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച വരെ ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു. അല്ലാഹ്, ഇന്ന് മുതൽ ഞാൻ അങ്ങനില്ല, എന്റെ മക്കൾക്ക് ആ ഒരു കോലം ഞാൻ എടുത്തൂല. ഇന്നിപ്പോ പൈസ കൊടുത്തിട്ട് കീറി വേണ്ടാട് ഉമ്മമാര് സമ്മതം കൊടുക്കുമ്പോ അടുത്ത കുഴപ്പമില്ല, അൽഹംദുലില്ലാഹ് അടിപൊളി ഡ്രസ്സല്ലേ, മുട്ടിന്റെ ഭാഗത്തൊരു ഹോള് അല്ലെ, അല്ലെങ്കിൽ ഇപ്പൊ തൊടയുടെ ഭാഗത്തൊരു ഹോള്, മൊത്തത്തിൽ വലിച്ചു കീറി പാന്റിന് ഭയങ്കര റേറ്റ് അല്ലെ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ മക്കള്, നമ്മുടെയൊക്കെ മക്കള് കീറി പാന്റ് എടുക്കാൻ വേണ്ടി പൈസ കൊടുക്കുക. അതിനാ അന്തം വിട്ട വില. അതിന് കൂട്ടു നിൽക്കുന്ന ഉമ്മ. ആ തൊടയുടെ ഭാഗത്ത് എന്തായി? ഒരു ഹോള്, അത് ഔറത്താണ്. അപ്പോഴാണ് മക്കളുടെ ആ ഒരു ചിന്ത കടന്നു വരാത്തത്. അല്ലാഹ്, നാളെ ഞാനാണല്ലോ കുറ്റക്കാരൻ. അല്ലാഹുവേ, എന്റെ മക്കള് നല്ലവരാകണം. ഇതുപോലത്തെ വസ്ത്രങ്ങൾ ധരിച്ചെന്റെ പുന്നാര മക്കള് നടന്നു വന്നാൽ എന്റെ റബ്ബേ, നാളെ എന്റെ ഹബീബിന്റെ അടുക്കൽ ഞാൻ എന്ത് സമാധാനം പറയേണ്ടി വരും? അല്ലാഹുവേ, ചൊല്ല് മണിമുത്തേ മദീനയിലാണേ, മന്ദാര ചെപ്പിൽ അഴകാണേ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണക്കാടലേ റസൂലേ, കാരുണ്യ പൂവേ ഹബീബേ,
അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസിൽ ഒരുപാട് ഉമ്മമാര്, ആന്ധ്രാപ്രദേശിലുള്ള അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള സഹോദരിമാര്, കരുണക്കടലായ അല്ലാഹ് വിവാഹം കഴിഞ്ഞിട്ട് 24 കൊല്ലമായി മക്കളില്ലെന്ന് പറഞ്ഞവര്, പടച്ചോനെ സ്വലാത്തിന്റെ പവർ കൊണ്ട്, ഹബീബിന്റെ പവർ കൊണ്ട്, മദീനത്തിന്റെ രാജകുമാരന്റെ പവർ കൊണ്ട് അവർക്കൊക്കെ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. വീടിന്റെ പണി പൂർത്തീകരിക്കാൻ പറഞ്ഞവരുണ്ട്, പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഹബീബിന്റെ ആ ഒരു പാഠം നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ വരണം, നമ്മുടെ ഖൽബിന്റെ ഉള്ളറകളിൽ വരണം. അപ്പൊ അൽഹംദുലില്ലാ നമുക്ക് നല്ല ഒരു മാറ്റം ഉണ്ടാകും, നമുക്ക് നല്ല ഒരു സന്തോഷമുണ്ടാകും. നമ്മുടെ മക്കള് സ്കൂളിലേക്ക് പോവുകയാണ്, നല്ല വസ്ത്രം ധരിച്ചു, കാണാൻ നല്ല മഞ്ചുള്ള മോള, നല്ല സൗന്ദര്യമുള്ള മോളാണ്. അല്ലാഹുവേ അവിടുന്ന് പുന്നാര മകള് നല്ലതുപോലെ ഉമ്മമാര് പറഞ്ഞു, മോളെ ഈ കാലഘട്ടത്തിന്റെ വേഷവിധാനമല്ല എന്റെ പൊന്നുമോക്ക് വേണ്ടുന്നത്, എന്റെ പൊന്നുമോക്ക് വേണ്ടുന്നത് ഔറത്ത് മറയുന്ന ഒരു വസ്ത്രമാണ്. അതുകൊണ്ട് എന്റെ പൊന്നുമോള് നല്ലതാണ്, നല്ലതുപോലെ മുന്നോട്ട് വരണം. ആ മകളെ അങ്ങനെ പറഞ്ഞു വിടുന്ന ഉമ്മ, നിങ്ങൾക്ക് വേണ്ടി ആരാണ് ദുആരക്കുന്നത് എന്നറിയോ? അള്ളാന്റെ മാലാകമാരാണ്, അള്ളാഹുവിന്റെ മാലാകമാരാണ്. ചോടിന്താനെ അവർ നിറന്താനെ ഉടൻ പറഞ്ഞീരേ ഉടനതമാലേ മണിമുത്തേ എന്റെ മലർത്താഹ നല്ല നിറമോത്ത യാസീൻ നബിയുള്ളാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഈ വാക്കുകളൊക്കെ നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ വരണോ? നമ്മൾ ആ റസൂലുള്ള കിടക്കുന്ന പുണ്യഭൂമി മദീന, ആ മദീനത്ത് ചെന്നിട്ട് പച്ചക്കുപ്പ ഇങ്ങനെ നോക്കി നിന്നിട്ട് കൽബിലണഞ്ഞൂടെ ഹബീബൻ കനവിൽ വന്നോടെ, കരൽ പറിച്ചു തരാ നസീബെ സ്വീകരിച്ചൂടെ, കാത്തു കിടക്കാം ഞാൻ ഹബീബെ കനവിൽ വന്നോടെ, ഇന്നൻ രാവിലണഞ്ഞൂടെ, ഇന്നൻ രാവിലണഞ്ഞൂടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പച്ചക്കുപ്പയുടെ ചോട്ടിൽ ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ മദീന കാണിപ്പിക്കാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. മസ്ജിദ് നബവി കാണിപ്പിക്കാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. പരിശുദ്ധ മക്ക കാണാതെ പരിശുദ്ധ കഅബാലയം കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഹബീബിന്റെ അരികത്തെത്താൻ സാധുക്കളായി ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ അല്ലാ. സാധുക്കളായി ഞങ്ങൾക്കൊക്കെ തൗഫീഖ് തരണേ അല്ലാ. ചൊല്ലണ്ട സഹോദരങ്ങളെ, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മക്ക മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സൂനമേ ഇഷ്ഖറിയാതെ പാടിടും നീവർ സ്നേഹഗീതവും കേൾക്കണേ അല്ലാഹുവേ. ഞങ്ങളവിടെ ചെന്ന് സ്വലാത്തുകളും സലാമുകളും പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. ഈ മജ്ലിസിൽ സംഗമിച്ച മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ വിരുന്ന് കൊടുക്കണേ അല്ലാ, സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ, ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തിയോ അതൊക്കെ അറിയുന്ന അല്ലാ, അവർക്കൊക്കെ അതിന്റെ പ്രതിഫലങ്ങള് നിറച്ചു കൊടുക്കണേ അല്ലാ. സന്തോഷത്തിലും റാഹത്തിലും ആക്കണേ അല്ലാ. നിന്റെ പൊരുത്തം കിട്ടുന്നവരിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. രോഗമുള്ളവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ. വീടില്ലാത്തവരുടെ വീടല്ലാ, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ.
മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. നമ്മുടെ നാടിന്റെ നാനാഭാഗത്തും ആരൊക്കെ ഞങ്ങളോടൊപ്പം ചേർന്നോ, ആർക്കൊക്കെ ഇത് ലിങ്കുകൾ വിട്ടുകൊടുത്തോ, എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ. കടങ്ങളെ മാറ്റണേ അല്ലാ, വിഷമങ്ങളെ മാറ്റണേ അല്ലാ, രോഗങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പുന്നാര മക്കൾക്ക് രോഗം തന്ന് പരീക്ഷിക്കല്ല റഹ്മാനെ. അങ്ങനത്തെ അസുഖങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, കാരുണ്യവാനായ റഹ്മാനെ, എന്റെ പ്രിയപ്പെട്ടൊരു സഹോദരന്റെ മകൾക്ക് ചെറിയൊരു സർജറി ഉണ്ട് റബ്ബേ. അല്ലാ, എല്ലാ പ്രയാസങ്ങളും മാറ്റി രോഗങ്ങൾക്ക് ശിഫ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വേദനയോ നൊമ്പരമോ സങ്കടമോ കൊടുത്തിട്ട് പ്രയാസപ്പെടുത്തല്ല അല്ലാ, ദുഃഖത്തിൽ ആഴ്ത്തല്ല അല്ലാ, വേദനയിൽ ആഴ്ത്തല്ല അല്ലാ, കണ്ണീരിൽ ആഴ്ത്തല്ലേ അല്ലാ. അല്ലാഹുവേ, മാനസികമായ രോഗം തന്ന് പരീക്ഷിക്കല്ല അല്ലാ, സങ്കടം തരല്ലേ അല്ലാ. നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്. എന്ത് രോഗമാണെങ്കിലും മല പോലെ വരുന്നതിനെ മഞ്ഞ് പോലെ അലിയിച്ചു കളയാൻ കഴിവുള്ള റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീയല്ലാതെ പറയാൻ ഒരാളില്ല, നിന്നോടല്ലാതെ കൈകൾ ഉയർത്താൻ ഒരാളില്ല, നിന്റെ സഹായമല്ലാത്ത ഒരു സഹായമില്ല. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. നിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസിനെ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.